ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് സിന്ധു നദിയാണ്. നമ്മൾ ഹിമാലയൻ നദികളെ കുറിച്ചാണ് സംസാരിച്ചു വരുന്നത്. ഗംഗ പറഞ്ഞു, ബ്രഹ്മപുത്ര നദി പറഞ്ഞു, ഇനിയിപ്പോൾ സിന്ധു നദി, മൂന്നാമത്തെ ഹിമാലയൻ നദിയായിട്ടുള്ള സിന്ധു നദിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് കണക്ഷനും കോഡുകളൊക്കെ വെച്ചിട്ടാണ് സിന്ധു നദിയും അതുപോലെ അതിൻ്റെ കുറച്ച് പോഷക നദികളെയൊക്കെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ് കേൾക്കുക, ചെറിയ കണക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്, മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. സിന്ധു നദി ഉത്ഭവം മാനസ സരോവർ തടാകം. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളമാണ് 709 കിലോമീറ്റർ. പാകിസ്ഥാന്റെ ദേശീയ നദി എന്നാണ് അറിയപ്പെടുന്നത്. പാകിസ്ഥാന്റെ ജീവരേഖ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യക്ക് ആ പേര് ലഭിക്കാൻ കാരണമായ നദിയാണ് നമ്മുടെ സിന്ധു നദി. ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു നദി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു നദി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും പടിഞ്ഞാറുള്ള നദിയാണ് സിന്ധു നദി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ്. കൺഫ്യൂഷൻ ഉണ്ടാവരുത്, ഞാൻ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. കേൾക്കുക, നമ്മൾ പറയാൻ പോകുന്നത് സിന്ധു നദീനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ സിന്ധു നദീൻ്റെ ഒരു പിക്ചറാണ് ഞാൻ ആ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ മെയിനായിട്ട് ആരൊക്കെയാണ് കാണുന്നത്? നമ്മൾ ഇന്ത്യയുണ്ട്, പാകിസ്ഥാനും ഉണ്ട് അല്ലേ? ഇന്ത്യയും ഉണ്ട്, പാകിസ്ഥാനും നിങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സിന്ധു നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് മാനസ സരോവർ തടാകത്തിലാണ്. എവിടെയാണ് ഈ മാനസ സരോവർ തടാകം? ടിബറ്റിലാണ്. ഓക്കെ, ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ് നമ്മുടെ സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, വറ്റാത്ത നദിയാണ്. കാരണം അറിയാലോ, മഞ്ഞുമലയാണ്, സ്വാഭാവികമായിട്ടും പറ്റത്തില്ല അല്ലേ? അപ്പൊ മാനസ സരോവർ തടാകം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ബ്രഹ്മപുത്ര നദിയും നമ്മൾ പഠിച്ചത് മാനസ സരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? അത് മാനസ സരോവർ തടാകത്തിൽ നിന്ന് തന്നെയാണ്. മാനസ സരോവർ തടാകത്തില് ചെമയുങ്തു ഹിമാനിയിൽ വെച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? കോഡ് ഓർമ്മയുണ്ടോ? പിന്നെ ബ്രഹ്മാവിന്റെ പുത്രൻ ചമയു എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യുക കേട്ടോ, ബ്രഹ്മപുത്ര. ഇവിടെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്നത് സിന്ധു നദി ഉത്ഭവിക്കുന്നത് മാനസ സരോവർ തടാകത്തിൽ നിന്നാണ്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എന്ന് പറയുന്നത് 709 കിലോമീറ്റർ ആണ്. ഇത് കുറച്ച് കൺഫ്യൂഷനുള്ള കാര്യമാണ്. കാരണം ചില ബുക്കുകളിൽ 1114 കിലോമീറ്റർ എന്നൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതൊന്നും ഒരു കൃത്യത ഉണ്ടാവില്ല, സംഖ്യകളല്ലേ, അപ്പോൾ ഒരു കൃത്യത ഇല്ലാത്തൊരു ഇതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക മാത്രം ചെയ്യുക. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം 709 കിലോമീറ്റർ. പാകിസ്ഥാന്റെ ദേശീയ നദിയാണ്. അപ്പൊ നമുക്ക് ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇന്ത്യയിൽ ഒഴുകുന്നതിനേക്കാളും കൂടുതൽ ഒഴുകുന്നത് എവിടെയാണ്? പാകിസ്ഥാനിലാണല്ലോ ഒഴുകുന്നത്. ഇത് കണ്ടോ, ഇൻഡസ്, ചലം, ചിനാബ്, രവി, സത്ലജ്, ഇതിൽ കൂടെയാണ് പോകുന്നത്. കൂടുതലായിട്ടും നമ്മുടെ പാകിസ്ഥാനിലൂടെയാണ് പോകുന്നത് അല്ലെ? അപ്പോൾ പാകിസ്ഥാന്റെ ജീവരേഖ എന്നൊക്കെ പറയുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, അത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പാകിസ്ഥാന്റെ ദേശീയ നദിയാണ്. അതുപോലെ പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ്. ഓക്കെ, ഇന്ത്യക്ക് ആ പേര് ലഭിക്കാൻ കാരണമായിട്ടുള്ള നദിയും സിന്ധുവാണ്. ഓക്കെ, ഇന്ത്യ, സിന്ധു. ഓക്കെ, ഈ സിന്ധുവിന്റെ മറ്റൊരു പേരാണ് ഇൻഡസ് എന്ന് പറയും കേട്ടോ. ഇൻഡസ്. അപ്പൊ ആ ഇൻഡസ് ഇന്ത്യ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇന്ത്യക്ക് ആ പേര് വരാൻ കാരണമായത്. ഒന്നുകൂടെ പറയാം, കേൾക്കുക. സിന്ധു നദിയുടെ മറ്റൊരു പേരാണ് ഇൻഡസ് എന്നും അത് അറിയപ്പെടാറുണ്ട്. അപ്പൊ ഇൻഡസ്, ഇന്ത്യ എന്നുള്ള ആ പേരോട് കണക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ? അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യക്ക് ഇന്ത്യ എന്നുള്ള പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ പോയിന്റ്? എന്താണ്? ഇന്ത്യക്ക് ആ പേര് ലഭിക്കാൻ കാരണമായിട്ടുള്ള നദിയാണ് നമ്മുടെ ഇൻഡസ് അല്ലെങ്കിൽ സിന്ധു. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ടാവും സിന്ധു നദീജല സിന്ധു നദീ തട സംസ്കാരം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ നടന്നിട്ടുള്ളത് നമ്മുടെ ഈ സിന്ധു നദിയുടെ ചുറ്റുവട്ടത്തായിട്ടാണ് കേട്ടോ. സിന്ധു നദിയും അതുപോലെ അതിന്റെ പോഷക നദിയുടെ ഒക്കെ ചുറ്റുവട്ടത്തായിട്ടാണ് എന്ത് നടന്നത്? സിന്ധു നദീതട സംസ്കാരം നടന്നിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്
ആര്? സിന്ധു നദി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ ക്ലാസ്സിൽ അല്ലേ. അപ്പൊ അത് അറിയാത്തവർ ആ ക്ലാസ് പോയി കാണാം കേട്ടോ. ഓക്കെ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നമ്മുടെ സിന്ധു നദി. അപ്പൊ നമുക്ക് തോന്നും അപ്പോ ഗംഗയോ എന്നൊക്കെ തോന്നും അല്ലെ. ഗംഗ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് എന്ത്? ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗാ നദി. എന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഇൻഡസ് ആണ്, അഥവാ സിന്ധു ആണ്. ഓക്കെ. അപ്പൊ എന്താണ് പോയിന്റ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് സിന്ധു ആണ്, അല്ലെങ്കിൽ ഇൻഡസ് ആണ്. രണ്ടും ഒറ്റൊരാളെയാ പറയുന്നത്. സിന്ധു ഇൻഡസും സെയിം ആണ്, ഒന്നാണ്. ഓക്കെ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി, പടിഞ്ഞാറ്. ഓക്കെ. അപ്പൊ ഇവിടെയാണ് നമ്മുടെ സിന്ധു വരുന്നത്, അതായത് പാകിസ്ഥാന്, ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്ത്. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പുറത്തെ ഭാഗത്താണ് ഗംഗ വരുന്നത്, അപ്പുറമാണ് എന്ത് വരുന്നത്? ബ്രഹ്മപുത്ര വരുന്നത്, കിഴക്ക് ഭാഗത്ത്. അപ്പം പറയുന്നത് ശരിയല്ലേ? പടിഞ്ഞാറ് ഭാഗത്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത്, ഈ ഭാഗമാണ് പടിഞ്ഞാറ്. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏറ്റവും പടിഞ്ഞാറുള്ള നദിയാണ് നമ്മുടെ സിന്ധു നദി. ഓക്കെ. നമ്മൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ജോഗ്രഫി ഒക്കെ പഠിക്കുമ്പോൾ മാപ്പ് ഉപയോഗിച്ച് പഠിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പൊ നമുക്ക് ആ പിക്ചർ നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനൊക്കെ പോകുമ്പോൾ ഇത് അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ഓക്കെ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ്. പടിഞ്ഞാറല്ലേ? ഹിമാലയൻ നദികൾ നമ്മൾ 3 അല്ലേ പറഞ്ഞത്? എന്താണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അപ്പോ ഈ ഗംഗ ആയാലും ബ്രഹ്മപുത്ര ആയാലും എങ്ങോട്ടേക്കാണ് പോകുന്നത്? കിഴക്കോട്ടേക്കാണ് പോകുന്നത്. നമ്മുടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി അപ്പോഴെന്താണ്? സിന്ധു. പടിഞ്ഞാറോട്ടല്ലേ പോകുന്നത്? ഓക്കെ. അപ്പൊ പോയിന്റ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിന്ധു നദിയാണ് നമ്മൾ സംസാരിച്ചത്. സിന്ധു അല്ലെങ്കിൽ ഇൻഡസ്, രണ്ടും ഒന്നാണ്, ഒരേ പേരാണ്, ഒരേ നദിയാണ് പറയുന്നത്. ഉത്ഭവം മാനസ സരോവർ തടാകം. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം എന്ന് പറയുന്നത് 709 കിലോമീറ്റർ. പാകിസ്ഥാന്റെ ദേശീയ നദിയാണ്, പാകിസ്ഥാന്റെ ജീവരേഖയാണ്. ഇന്ത്യക്ക് ആ പേര് ലഭിക്കാൻ കാരണമായ നദിയാണ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദിയാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദിയാണ്. ഓക്കെ. നെക്സ്റ്റിലേക്ക് പോവാം. ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിക്കാം. സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യയും പാകിസ്ഥാനും. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് സിന്ധു നദീതീരം. അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദിയാണ് സിന്ധു നദി. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് സിന്ധു നദി. സപ്തസിന്ധു എന്നറിയപ്പെടുന്നത് സിന്ധു, സരസ്വതി, ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ജമ്മു കാശ്മീരിലെ ഏത് സ്ഥലത്ത് വെച്ചാണ് സിന്ധു തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്? ചില്ലാറിൽ വെച്ച്. ചില്ലാർ. സിന്ധു നദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന പാകിസ്ഥാന്റെ ഭാഗമാണ് അറ്റോക്ക്. പാകിസ്ഥാനിലെ ഭാഗമാണ് കേട്ടോ അറ്റോക്ക്. സിന്ധുവിന്റെ പോഷക നദികൾ സത്ലജ്, രവി, ബിയാസ്, ഝലം, ചിനാബ്. 5 നദികളുടെ നാട്, പഞ്ചനദികളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് പഞ്ചാബ്. ഓക്കെ. അപ്പൊ ഒന്നുകൂടി പറയാം. നമ്മുടെ സിന്ധു നദി അല്ലെങ്കിൽ ഇൻഡസ് നദി ഒഴുകുന്നത് എവിടെയാണ്? ഇന്ത്യയിലൂടെയും പാകിസ്ഥാനിലൂടെയാണ്. നമുക്ക് ആ പിക്ചർ കണ്ടാൽ മനസ്സിലാവും ഇന്ത്യയിലൂടെ വരുന്നുണ്ട് അല്ലെ. അതുപോലെ പാകിസ്ഥാനിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനിലൂടെയുമാണ് നമ്മുടെ സിന്ധു നദി ഒഴുകുന്നത്. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് സിന്ധു നദീതീരം. എന്താണ് ഈ മോഹൻജദാരോ? അതൊരു പ്ലേസ് ആണ്, അതൊരു സ്ഥലമാണ്. സിന്ധു നദീതട സംസ്കാരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ സിന്ധു നദീതട സംസ്കാരത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് മോഹൻജദാരോ എന്ന് പറയുന്നത്. ഈ മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സിന്ധു നദീതട തീരത്താണ്. ഓക്കെ. അപ്പോ അത് ഓർക്കണം. മോഹനും സിന്ധു എന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. രണ്ടും ഒരു പേരല്ലേ, മോഹൻ, സിന്ധു. ഓക്കെ. മോഹനും സിന്ധു എന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. നെക്സ്റ്റ്, അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദിയാണ്
നമുക്കറിയാം അല്ലെ, അറബിക്കടലിലാണ് പതിക്കുന്നത്. അപ്പോൾ ഒരേ ഒരു ഹിമാലയൻ നദിയാണ് സിന്ധു നദി. അറബിക്കടലിൽ പതിക്കുന്ന പിക്ചർ നോക്കുക. ഈ പാകിസ്ഥാനിലൂടെ വന്ന, ആദ്യം ഇന്ത്യയിലൂടെ കയറി വന്ന് പാകിസ്ഥാനിലെത്തി നേരെ ഇവിടത്തേക്കാ പോകുന്നത്, അറബിക്കടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദിയാണ് നമ്മുടെ സിന്ധു നദി. അപ്പോൾ ഗംഗയും ബ്രഹ്മപുത്രയും ഒക്കെയോ അതൊക്കെ പോകുന്നത് എവിടത്തേക്കാണ്? ബംഗാൾ ഉൾക്കടലിലേക്കാണ്. അത് കിഴക്കോട്ടേക്കല്ലേ ഒഴുകുന്നത്. ഏത്? ഗംഗയും ബ്രഹ്മപുത്രയും കിഴക്കോട്ടേക്ക് ഒഴുകി നേരെ എവിടെ പോകുന്നത്? ബംഗാൾ ഉൾക്കടലിലേക്കാണ് പോകുന്നത്. എന്നാൽ സിന്ധു നദിയോ ഇന്ത്യയിലൂടെ പോയി പാകിസ്ഥാനിലെത്തി നേരെ അറബിക്കടലിലേക്കാണ് പോകുന്നത്. ഓക്കെ. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് ആര്? സിന്ധു നദി. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി കൂടിയാണ് സിന്ധു നദി. ഓർത്തു വയ്ക്കാം. സപ്തസിന്ധു എന്നറിയപ്പെടുന്ന നദികളെയാണ് നമ്മൾ പറയുന്നത്. സിന്ധു ഉണ്ട്, സരസ്വതി ഉണ്ട്, പിന്നെ ബാക്കിയുള്ള സിന്ധു ഉണ്ട് പോഷക നദികളും. എന്തൊക്കെയാണ്? ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. സപ്തസിന്ധു എന്നറിയപ്പെടുന്നത് സിന്ധു ഉണ്ട്, സരസ്വതി ഉണ്ട്, പിന്നെ ബാക്കിയുള്ളത് പോഷക നദികളാണ്. സിന്ധു ഉണ്ട്, ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഓക്കെ. നെക്സ്റ്റ്, ജമ്മു കാശ്മീരിലെ ഏത് സ്ഥലത്ത് വെച്ചാണ് സിന്ധു തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്? ചില്ലാറിലേക്ക്. ജമ്മു കാശ്മീരിലെ ഏത് സ്ഥലത്ത് വെച്ചാണ്? കണ്ടോ, ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നേരെ ജമ്മു കാശ്മീരിലെ മുകളിലേക്ക് പോയി പിന്നെ അവിടെ നിന്ന് ഒരു യൂ ടേൺ തിരിഞ്ഞിട്ടാണ് വരുന്നത് അല്ലെ. ഒരു റാ പോലെയല്ലേ വരുന്നത്. ഏത് സ്ഥലത്ത് വെച്ചാണ് സിന്ധു തെക്കോട്ട് ഒഴുകി പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്? ചില്ലാറ്. ആ ഭാഗം മൊത്തം ചില്ലാണ്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് തിരിഞ്ഞ് പാകിസ്ഥാനിലേക്ക് കയറുന്നതെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ. ജമ്മു കാശ്മീരിലെ ഏത് സ്ഥലത്ത് വെച്ചാണ് സിന്ധു തെക്കോട്ട് ഒഴുകി പാകിസ്ഥാനിലേക്ക് എത്തുന്നത്? അപ്പോൾ നേരെ പോയ സമയത്ത് അവിടെ മൊത്തം ചില്ലായിരുന്നു. അപ്പൊ ചില്ലാകുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് തിരിഞ്ഞ് പാകിസ്ഥാനിലേക്ക് കയറി തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലേക്ക് എത്തുന്നത് എന്ന് ആലോചിക്കുക. ഓക്കെ. ചില്ലാറ്. ആ സ്ഥലത്തിന്റെ പേരാണ് ചില്ലാറ്. സിന്ധു നദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന പാകിസ്ഥാന്റെ ഭാഗമാണ് അറ്റോക്ക്. ഒരറ്റത്തു നിന്നാണ് കയറുന്നതെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ. സിന്ധു നദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന പാകിസ്ഥാന്റെ ഭാഗം. ഒന്നുകൂടി ഞാൻ വായിക്കാം. ഈ സിന്ധു നദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന പാകിസ്ഥാന്റെ ഭാഗമാണ് അറ്റോക്ക്. ആ സമതലത്തിന്റെ അറ്റത്തു നിന്നാണ് കയറുന്നതെന്ന് ആലോചിക്കുക. ഇത് രണ്ടും മാറിപ്പോകരുത്. ഇവിടെ എന്താ പറഞ്ഞത്? ജമ്മു കാശ്മീരിലെ ഏത് സ്ഥലത്ത് വെച്ചാണ് സിന്ധു നദി തെക്കോട്ട് ഒഴുകി പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്? ചില്ലായതുകൊണ്ട് ബാക്കി പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചില്ലാർന്ന് തെക്കോട്ട് ഒഴുകുന്നത് എന്നിട്ട് പാകിസ്ഥാനിലേക്ക് കയറുന്നത് ആലോചിക്കുക. ഇവിടെ പറയുന്നത് സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന പാകിസ്ഥാന്റെ ഭാഗം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സമതലത്തിന്റെ അറ്റത്തെ കൂടിയാണ് കയറുന്നതെന്ന് ആലോചിച്ചാൽ മതി. സമതലത്തിന്റെ അറ്റത്തെ കൂടെ അറ്റോക്ക്. ഓക്കെ. നെക്സ്റ്റ്, സിന്ധുവിന്റെ പോഷക നദികളാണ് സത്ലജ്, രവി, ബിയാസ്, ചലം, ചിനാബ്. അഞ്ചെണ്ണമാണ് സത്ലജ്, രവി, ബിയാസ്, ചലം, ചിനാബ്. 5 നദികളുടെ നാട്, പഞ്ചനദികളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് പഞ്ചാബാണ്. അത് നമുക്ക് ഈസി ആയിട്ട് കിട്ടുമല്ലേ. പഞ്ചാബ്, 5. ഓക്കെ. സിമ്പിൾ ആയിട്ട് അറിയാലോ. 5 നദികളുടെ നാട്, പഞ്ചനദികളുടെ നാട് എന്ന് പറയുന്നത് പഞ്ചാബാണ്. ഇത് ഏതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ LDC ആണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ ഒന്നുകൂടി വായിക്കാം. ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമാണ്. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം സിന്ധു. അറബിക്കടലിൽ പതിക്കുന്ന ഒരേ ഒരു ഹിമാലയൻ നദി. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി. സപ്തസിന്ധു എന്നറിയപ്പെടുന്ന നദിയാണ് സിന്ധു, സരസ്വതി, ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ജമ്മു കാശ്മീരിലെ ഏത് സ്ഥലത്ത് വെച്ചാണ് സിന്ധു തെക്കോട്ടൊഴുകി പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്? ചില്ലാറിൽ വെച്ചിട്ട്. സിന്ധു നദി സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന പാകിസ്ഥാന്റെ ഭാഗം അറ്റോക്ക്. സിന്ധുവിന്റെ പോഷക നദികൾ സത്ലജ്, രവി, ബിയാസ്, ചലം, ചിനാബ്. 5 നദികളുടെ നാട്, പഞ്ചനദികളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത് പഞ്ചാബ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റിലേക്ക് പോവാം. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി സത്ലജ് ആണ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ബിയാസ്.
ഏത് സ്ഥലത്തിനടുത്ത് വെച്ചാണ് സിന്ധുവിന്റെ പോഷക നദികളെല്ലാം സിന്ധുവുമായിട്ട് കൂടിച്ചേരുന്നത്? മിതാൻകോട്ട്. ചിനാബ് നദിയുടെ കുറുകെ പണിതിരിക്കുന്ന ഡാമാണ് ബംഗ്ലിഹാർ ഡാം, കാശ്മീരില്. ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതീരങ്ങളാണ് സിന്ധുവും രവിയും. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ്. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ബിയാസ് നദിയിൽ. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിക്കാം. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുന്നത് ചിനാബാണ്. അപ്പോൾ എന്തൊക്കെയാണ് പോഷക നദികൾ എന്ന് നമ്മൾ പഠിച്ചത്? സത്ലജ് ഉണ്ട്, രവി, ബിയാസ്, ഝലം, ചിനാബ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുന്നത് ചിനാബാണ്. അപ്പോൾ ഞാനിപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സാധനം എന്നല്ലേ പറയുന്നത്? അപ്പോൾ വലിയ ചേനയാണെന്ന് ആലോചിക്കുക. ചേനയില്ലേ, നമ്മൾ പച്ചക്കറി ചേന. അപ്പോൾ വലിയൊരു ചേന എന്ന് പറഞ്ഞാൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിൽ നിന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നത് ഉള്ളൂ. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതെന്ന് ചോദിച്ചാൽ വലിയ ചേന, ഏറ്റവും വലിയതല്ലേ. അപ്പോൾ വലിയ ചേന, ചിനാബ് എന്ന് ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് സത്ലജ്. ഓക്കെ, ഈ സത്ലജ് എന്ന് പറയുമ്പം സതി എന്നാണ് ഞാൻ എടുത്തത് കേട്ടോ. ഈ സതി എന്ന് പറയുന്നത് എൻ്റെ ടീച്ചറുടെ പേരാണ്. അപ്പോൾ സതി ടീച്ചറാണ് ഇന്ത്യയിൽ കൂടുതലുള്ളതെന്ന് ഞാനിങ്ങനെ ചുമ്മാ ഒന്ന് ആലോചിച്ചത്. അങ്ങനെയാണ് എനിക്ക് സത്ലജ് എന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി എന്ന് പറയുന്നത് സത്ലജ് ആണ്, സത്ലജ്. അപ്പോൾ നമ്മളൊരു മലയാള പേരല്ലേ സതി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് സതിയാണ്, സത്ലജ് ആണെന്നൊന്നും ആലോചിച്ചാൽ മതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി എന്ന് ചോദിച്ചാൽ സത്ലജ് നദി, സത്ലജ് നദി. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി എന്ന് പറയുന്നത് ബിയാസ് ആണ്, ബിയാസ്. അപ്പൊ ഏറ്റവും ചെറിയ എന്ന് പറയുമ്പോൾ ചെറിയൊരു ബോയി ആണെന്ന് വിചാരിച്ചാൽ മതി, ചെറിയ ഒരു ബോയി. പിന്നെ വലിയതാരെന്ന് ചോദിച്ചാൽ വലിയ ചേന അല്ലെ, വലിയ നമ്മൾ ചേന എന്നാ പറഞ്ഞത് അല്ലെ. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി പറയുമ്പോൾ വലിയ ചേനയെ ആലോചിക്കുക, ചിനാബ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി പറയുമ്പോൾ ചെറിയൊരു ബോയ്, ചെറിയൊരു ആൺകുട്ടി. ഓക്കെ, ഒരു ആൺകുട്ടി, ഒരു ചെറിയൊരു മോൻ, ചെറിയൊരു ആൺകുട്ടി എന്ന് ആലോചിച്ചാൽ മതി. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ്, ബോയ്സ്, ചെറിയൊരു ബോയ് എന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് കിട്ടുന്നതേ ഉള്ളൂ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ബിയാസ്. ഓക്കെ, അപ്പോൾ ബോയ്സ് ഒക്കെ നമ്മള് ഇവിടെയൊക്കെ ഒരുപാട് ബോയ്സ് ഉണ്ടല്ലോ. അപ്പം ഇന്ത്യയിലാണ് ബോയ്സ് എന്ന് ആലോചിച്ചാൽ മതി. അപ്പം പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി എന്ന് പറയുന്നത് നമ്മുടെ ബോയ്സ് ആണ്, ബോയ് ആണ്, ബിയാസ് ആണ് എന്ന് ആലോചിക്കുക. അത് തന്നെയാണ് ഏറ്റവും ചെറിയ പോഷക നദി. ഓക്കെ, ഏത് സ്ഥലത്തിനടുത്ത് വെച്ചാണ് സിന്ധുവിന്റെ പോഷക നദികളെല്ലാം സിന്ധുവുമായി കൂടിച്ചേർന്ന് ചേരുന്നത്? മിതാൻകോട്ട്. അപ്പൊ സിന്ധുവിന്റെ പോഷക നദികൾ 5 നമ്മൾ പറഞ്ഞില്ലേ, ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. 3, 4, 5 അല്ലെ. ഇപ്പൊ ഈ 5 ഒന്നിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? കോട്ടൊക്കെ ഇട്ടിട്ട് പോകുന്ന വിചാരിച്ചാൽ മതി. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട്, ഒരു 5 ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് മറ്റാരെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപോലത്തെ കോട്ടൊക്കെ ഇട്ടിട്ട് പോകുന്നതായിട്ട് ആലോചിക്കുക. അതുപോലെ തന്നെയാണ് സിന്ധുവിന്റെ പോഷക നദികളെല്ലാം കൂടി ചേർന്നിട്ട് അവരൊരു നല്ലൊരു കോട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഗെറ്റപ്പിൽ പോകുന്ന ആലോചിക്കുക. അപ്പം കോട്ട്, മിധാൻകോട്ട്. ഏത് സ്ഥലത്തിനടുത്ത് വെച്ചാണ് സിന്ധുവിന്റെ പോഷക നദികളെല്ലാം സിന്ധുവുമായി കൂടിച്ചേർന്ന് ഒന്നിച്ചൊഴുകുന്നത്? അതാണ് മിധാൻകോട്ട് എന്ന് പറയുന്ന സ്ഥലം. മിധാൻകോട്ട്. ചിനാബ് നദിയുടെ കുറുകെ പണിതിരിക്കുന്ന ഡാമാണ് ബംഗ്ലിഹാർ ഡാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ചിനാബ് നദിയെ നമ്മൾ ചേനയായിട്ടാണ് എടുത്തത്. എപ്പോഴാണ് എടുത്തത്? ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുമ്പോൾ നമ്മൾ ചേനയായിട്ടാണ് എടുത്തത്, ചിനാബ്. അതേ ചിനാബാണ് ഇവിടെയും പറയുന്നത്. ചിനാബ് നദിയുടെ കുറുകെ പണിതിരിക്കുന്ന ഡാമാണ് ബംഗ്ലിഹാർ ഡാം. അപ്പൊ ഞാൻ ഇവിടെയും ചിനാബിനെ ചേനയായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഈ ചേനയൊക്കെ ഉണ്ടാവുന്നത് ബംഗ്ലാവിലാണെന്ന് ആലോചിക്കുക. ചേന ഉണ്ടാവുന്നത് എവിടെയാണ്? ബംഗ്ലാവില്. വലിയ ചേനയൊക്കെ ഉണ്ടാവുന്നത് വലിയ ബംഗ്ലാവിലൊക്കെ അല്ലേ. അപ്പോൾ ചിനാബ് നദിയുടെ കുറുകെ പണിതിരിക്കുന്ന ഡാം എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചിനാബ്, ചേന. അപ്പൊ ചേന ബംഗ്ലാവിൽ ഉണ്ടാവും, ബംഗ്ലിഹാർ ഡാം. ഈ ബംഗ്ലാവൊക്കെ നമ്മൾ എങ്ങനെയാ വാങ്ങുക? കാശ് കൊടുത്തിട്ടാണ് വാങ്ങുക. അപ്പൊ കാശ്മീർ, ബംഗ്ലാവ് വാങ്ങുന്നത് കാശ് കൊടുത്തിട്ടാണ്, കാശ്മീർ. സിമ്പിൾ ആയിട്ട് ആലോചിക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ചിനാബ് നദിയുടെ കുറുകെ പണിതിരിക്കുന്ന ഡാം എന്ന് പറയുന്നത് ബംഗ്ലിഹാർ ഡാം ആണ്.
കാശ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത് കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്ത്? ബംഗ്ലിഹാർ ഡാം. ഇപ്പൊ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, ബംഗ്ലിഹാർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെ, ഏത് ഇതിലാണെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എന്താണ് പറയേണ്ടത്? ബംഗ്ലിഹാർ. ബംഗ്ലാവൊക്കെ നമ്മുടെ കാശ് കൊടുത്തിട്ടാണ് വാങ്ങുവാന്ന് ചിന്തിക്കുക. അപ്പൊ കാശ്മീരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതീരങ്ങളാണ് സിന്ധുവും രവിയും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അതുപോലെ തന്നെയാണ് എന്താ മോഹൻജദാരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോഹൻജദാരോ ഇവിടെയാണ്, സിന്ധു നദീതീരത്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പറയുന്നത് ഹാരപ്പൻ, സെയിം സാധനമാണ്. ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതീരങ്ങളാണ് സിന്ധുവും രവിയും. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. പഠിച്ചു, ബോയ്സ്, ഒരു ചെറിയ ബോയ് കുട്ടി എന്നൊക്കെ പറഞ്ഞു. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ബിയാസ് നദിയിലാണ്. അപ്പൊ നമ്മൾ ഈ ഭക്ഷണമൊക്കെ പൊങ്ങി തിന്നുക എന്നൊക്കെ പറയില്ലേ, നമ്മളിപ്പോ ഒരുപാട് ഇങ്ങനെ എടുത്ത് വായിലിടുന്ന പോങ്ങല്ല എന്നൊക്കെ പറയാറില്ലേ. അത് ഓരോ ഇവിടെയൊക്കെ പറയാറുണ്ട് കേട്ടോ, നിങ്ങളുടെ സ്ഥലത്ത് പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ അതായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പോങ് എന്ന് പറഞ്ഞാൽ പോങ്ങിയൊക്കെ തിന്നുന്നത്, ആക്രാന്തം പിടിച്ച് തിന്നുന്നതൊക്കെ ബോയ്സ് ആണെന്നല്ല ഒരു ചെറിയൊരു രീതിയിൽ എടുക്കുക കേട്ടോ. ബോയ്സ്, ബിയാസ്. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ബിയാസ് നദിയിലാണ്. ബോയ്സ്, ബിയാസ്. ഓക്കെ, ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്, ചേന. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദി നമ്മുടെ സതി അല്ലെ, സത്ലജ്. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദി നമ്മൾ ബോയ്സ്, ചെറിയൊരു ബോയ് എന്ന് പറഞ്ഞു, ബിയാസ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് ബോയി പറഞ്ഞല്ലേ, ബിയാസ്. ഏത് സ്ഥലത്തിനടുത്ത് വെച്ചാണ് സിന്ധുവിന്റെ പോഷക നദികളെല്ലാം സിന്ധുവുമായി കൂടിച്ചേരുമ്പോൾ നമ്മൾ കോട്ടൊക്കെ ഇട്ട് നടക്കും, മിഥാൻ കോട്ട്. ചിനാബ് നദിയുടെ കുറുകെ പണിതിരിക്കുന്ന ഡാമാണ് ബംഗ്ലിഹാർ ഡാം, കാശ്മീർ. ചേന ബംഗ്ലാവിലാണ് ഉണ്ടാകുന്നത്, കാശ് കൊടുത്താണ് വാങ്ങുന്നത് അല്ലെ. ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതീരങ്ങളാണ് സിന്ധുവും രവിയും. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ബിയാസ്. സോറി, ഏറ്റവും വലുതല്ല, ചെറുത്. വലുത് ചിനാബാണ്, വലിയ ചേന എന്ന് പറഞ്ഞു. ചെറുതാണ് ബോയ്സ്, ചെറിയ ബോയ്. ഓക്കെ, പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ബിയാസ് നദിയിലാണ്. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്, പൊങ്ങി തിന്നുന്നത് ബോയ്സ് ആണെന്ന് പറഞ്ഞല്ലേ, ബിയാസ് നദി. ഓക്കെ, സെറ്റായല്ലോ. നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിന്ധുവിന്റെ പോഷക നദികളെ കുറിച്ചാണ്. പോഷക നദി നമ്മൾ പറഞ്ഞു 5 പോഷക നദിയാണ് മെയിനായിട്ടുള്ളത്. ജലം, രവി, ചിനാബ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് 5 അല്ലെ. അപ്പൊ ആദ്യത്തേതാണ് ചലം. ഓക്കെ, അത് ഞാൻ ഒന്ന് വായിക്കാം, കേൾക്കാം. ഉത്ഭവം വെരിനാഗ് ഗ്ലേസിയർ ആണ്. വിതാസ്ത എന്നറിയപ്പെടുന്നു. ഉറി ജലവൈദ്യുത പദ്ധതി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹൈഡാസ്പസ് യുദ്ധം നടന്നത് ഇവിടെയാണ്. കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന സിന്ധുവിന്റെ പോഷക നദിയാണ് നമ്മുടെ ചലം നദി. ഓക്കെ, നിങ്ങൾ ഈ പിക്ചർ നോക്കിയേ, പിക്ചറിൽ കാണുന്നുണ്ടോ ചലം നദി? ഓക്കെ, ഇതാണ് ചലം നദി. ഓക്കെ, ചലം നദിയെ കുറിച്ചാണ് പറയുന്നത്. ഉത്ഭവം വെരിനാഗ് ഗ്ലേസിയർ ആണ്. ഓക്കെ, വെരിനാഗ് ഗ്ലേസിയർ. ഇപ്പോ ഈ ഞാനിപ്പോ ആലോചിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് അതൊന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കാം കേട്ടോ. ചലം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോ കയ്യിലൊക്കെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പെഴുത്തിട്ട് ചലമൊക്കെ വരും അല്ലെ, ചലം വരാറില്ലേ. അപ്പോ അത് എങ്ങനെയാ വരുന്നത്? നമ്മൾ നഖത്തോണ്ട് ചൊറിയൊക്കെ ചെയ്താലാണ് എന്ത് വരിക, കുറച്ച് കഴിഞ്ഞാൽ പഴുത്തിട്ട് ചലമൊക്കെ വരുന്നത്, നഖത്തോണ്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അത് പിന്നെ ചൊറിഞ്ഞത് എന്താണ് കൂടിക്കൂടി വരും അല്ലെ, വിസ്തീർണം കൂടിക്കൂടി വരുവാറില്ലേ. ചെറിയ എന്തെങ്കിലും ആയിരിക്കും പൊട്ടിയിട്ടുണ്ടാവുക, പിന്നെ നമ്മളെ പിള്ളേരൊക്കെ തോണ്ടി അത് വിസ്തീർണം കൂടി വരും അല്ലെ. പിന്നെ അവിടെ ഭയങ്കര ചലം വരും. ഈ ചലമൊക്കെ നമ്മൾ ഉറിയിലൊക്കെ സൂക്ഷിക്കുന്നു വിചാരിക്കുക. ഉറിയില്ല, നമ്മളെ ഈ വെണ്ണൊക്കെ വെക്കുന്ന ഉറിയിലൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ചുമ്മാ ഒന്ന് വിചാരിക്കുക കേട്ടോ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ എന്താ തോന്നും, ചുമ്മാ ഒന്ന് വിചാരിക്കുക, ഉറിയിലൊക്കെ സൂക്ഷിക്കുന്നൊന്ന് വിചാരിക്കുക. അപ്പൊ ഈ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അമ്മേനെ അച്ഛനൊന്നും കാണിക്കില്ല, അവര് ചീത്ത പറയുന്ന വിചാരിച്ചിട്ട് അത് ഹൈഡ് ചെയ്ത് വെക്കും അല്ലെ, ഹൈഡ് ചെയ്ത് വെക്കും. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ കണ്ടാൽ എന്ത് ചെയ്യുക? അത് നമ്മൾ വെള്ളം ഉപയോഗിച്ച് കളഞ്ഞ് വൃത്തിയാക്കി ശ്രദ്ധിച്ച് കെട്ടിവെക്കും അല്ലെ. ഇങ്ങനെയല്ലേ ഉണ്ടാവുക?
ഒന്നുകൂടി പറയാം, നഖം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെ മാന്തി കഴിഞ്ഞാൽ പൊട്ടുമൊക്കെ ചെയ്യും, അവിടുന്ന് ചലം വരും അല്ലെ. അപ്പൊ ഈ ആദ്യം ചെറിയ പൊട്ടൽ മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ അത് നമ്മൾ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വലിയ 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 പൊട്ടലാക്കിയിട്ട് മാറ്റും, അതിന്റെ വിസ്തീർണം കൂട്ടും അല്ലെ. പിന്നെ അതൊക്കെ നമ്മളൊരു ഉറിയിൽ സൂക്ഷിക്കുന്നൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് വിചാരിക്കുക കേട്ടോ, ചുമ്മാ ഒന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഈ ചെറിയ കുട്ടികളൊക്കെ അതൊക്കെ ഹൈഡ് ചെയ്ത് വെക്കും, ഈ ചലമൊക്കെ വന്നു കഴിഞ്ഞാൽ ഹൈഡ് ചെയ്ത് വെക്കും, പാരന്റ്സ് ചീത്ത പറയുന്നുണ്ട്. ഓക്കെ, പിന്നീട് എന്ത് ചെയ്യും, പാരന്റ്സ് കണ്ടാൽ ആ സ്വാഭാവികമായിട്ട് വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകി നല്ല വൃത്തിയാക്കി സെറ്റാക്കി വെക്കും അല്ലെ. അപ്പോൾ ഇതാണ് ഞാൻ ചലം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ഞാനൊന്ന് കണക്ഷൻ പറയാം. ചലം എന്നാണല്ലോ പറഞ്ഞത്, അപ്പൊ നഖം കൊണ്ടാണ് നമ്മൾ അത് ചൊറിഞ്ഞ് പൊട്ടിക്കുക. ഓക്കെ, അപ്പൊ ഉത്ഭവം എന്ന് പറയുന്നത് വെരിനാഗ് ഗ്ലേസിയർ. ഓക്കെ, അപ്പോൾ അത് വീണ്ടും ചൊറിഞ്ഞ് നമ്മൾ അതിന്റെ വിസ്തീർണം കൂട്ടും അല്ലെ. വിതാസ്ത എന്നറിയപ്പെടുന്നു. ഉറി ജലവൈദ്യുത പദ്ധതി, നമ്മൾ ഉറിയിലൊക്കെ വെക്കുന്നൊക്കെ പറഞ്ഞല്ലേ, വെണ്ണയൊക്കെ വെക്കുന്ന പോലെ ചലമൊക്കെ വെക്കുന്നു, ചുമ്മാ ഒന്ന് വിചാരിക്കുക കേട്ടോ. ഓക്കെ, ഉറി ജലവൈദ്യുത പദ്ധതി. നെക്സ്റ്റ് ഹൈഡാസ്പസ്, കുട്ടികളാകുമ്പോൾ അത് ഹൈഡ് ചെയ്ത് വെക്കും, ആരും കാണിക്കാതെ ഹൈഡ് ചെയ്ത് വെക്കും. അപ്പൊ ഹൈഡാസ്പസ് യുദ്ധം നടന്നത് ചലം നദിയുടെ തീരത്താണ്. ഓക്കെ, ചലം നദിയുടെ തീരത്താണ് ഹൈഡാസ്പസ് യുദ്ധം നടന്നത്. ലാസ്റ്റ് എന്താ പറഞ്ഞത്, കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ജലം എത്തിക്കുന്നത് സിന്ധുവിന്റെ പോഷക നദിയാണ്. അപ്പൊ വൂളാർ എന്ന് പറയുമ്പോൾ വെള്ളം ഉപയോഗിച്ച് കഴുകുമെന്ന് പറഞ്ഞില്ലേ, വൂളാർ വെള്ളം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിത സാഹചര്യമായിട്ട് നമ്മൾ നടന്ന അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ആയിട്ട് ഓർത്തെടുക്കാനേ ഉള്ളൂ. അല്ലാതെ ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. നമ്മളിപ്പോൾ കോഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ജീവിത സാഹചര്യം, അല്ല നമുക്കുണ്ടായ അനുഭവങ്ങളും നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് ഉണ്ടായതും നമ്മൾ കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കോഡാക്കി വെച്ചാൽ ഇതൊന്നും ജീവിതകാലത്ത് മൊത്തം നിങ്ങൾ മറക്കില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ചലാണ് പറഞ്ഞത്, ഉത്ഭവം വെരിനാഗ് ഗ്ലേസിയർ, വിതാസ്ത എന്നറിയപ്പെടുന്നു, ഉറി ജലവൈദ്യുത പദ്ധതി, ഹൈഡാസ്പസ് യുദ്ധം നടന്നത്. അതുപോലെ എന്താ പറഞ്ഞത്, കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന സിന്ധുവിന്റെ പോഷക നദി. സിമ്പിൾ ആയിട്ട് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് രവിയാണ്. രവി നദി ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നു, പരുഷ്ണി ഐരാവതി എന്നും അറിയപ്പെടുന്നു. ഓക്കെ, 2 പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഈ 2ാമത്തെ പോയിന്റ് ആണ് കേട്ടോ, പരുഷ്ണി അതുപോലെ ഐരാവതി എന്നുമാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ രവി നദി എന്നല്ലേ പറഞ്ഞത്, രവി. ഓക്കെ, അപ്പൊ ലാഹോറിന്റെ നദി എന്നാണ് പറയുന്നത്. ലാഹോറിന്റെ നദി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. പരുഷ്ണി ഐരാവതി എന്നൊക്കെ പറയുന്നത് അറിയപ്പെടുന്നു. അപ്പൊ ഈ രവി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഐരാവതി എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ രാവും വാവും തിരിച്ചിട്ടാൽ നമുക്ക്, അല്ലെ തിരിച്ചിടണ്ട, അല്ലെങ്കിൽ തന്നെ നമുക്ക് കിട്ടും അല്ലെ. ഐരാവതി, രാവി രവി എന്നായിട്ട് നമുക്ക് എടുത്തുകൂടെ. അപ്പൊ നമുക്ക് ഈ ഭാഗമായിട്ട് കണക്ട് ചെയ്തുകൂടെ രവി. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഐരാവതി സിമ്പിൾ ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. രവി, ഐരാവതി. നെക്സ്റ്റ് പരുഷ്ണി. ഈ രവിക്ക് ഭയങ്കര പരുഷ്ണി പുരുഷനാണോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. പുരുഷൻ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പരുഷ്ണി എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ ആലോചിക്കുക. ഓക്കെ, രവി നദിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പരുഷ്ണി ഐരാവതി എന്ന് അറിയപ്പെടുന്നു. ചുമ്മാ നമ്മൾ നോക്കുക, ലാഹോറിന്റെ നദിയാണ് പരുഷ്ണി ഐരാവതി എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റിലേക്ക് കിടക്കാം. ചിനാബ് നദി അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേന ബംഗ്ലാവ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അല്ല ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ചിനാബ് നദി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്ഭവം ഹിമാലയത്തിലെ ബാരാലാച്ചാല ആണ്. അസ്കിനി എന്നറിയപ്പെടുന്ന പോഷക നദിയാണ് ചന്ദ്രയും ബാഗയും. ബംഗ്ലിഹാർ, ദുൽഹസ്തി എന്നീ ഡാമുകളുണ്ട് ഈ നദിയിൽ. ജലവൈദ്യുത പദ്ധതികൾ ബംഗ്ലിഹാർ, സലാല്, ദുൽഹസ്തി. സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ, ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ചിനാബ് നദിയാണ് പറയുന്നത് നമ്മൾ ചേനാണ് എടുത്തത് അല്ലെ, ചേന. അപ്പൊ ഉത്ഭവം എവിടെയാണ്, ഹിമാലയത്തിലെ ബാരാലാച്ചാല. നമ്മൾ ചേനയൊക്കെ ഭയങ്കര ഭാരമുള്ള സാധനമാണ്. അപ്പൊ ഇതൊക്കെ മുറിക്കുമ്പോൾ നമ്മൾ ലാച്ചയൊക്കെ ഇട്ടിട്ടാണ് മുറിക്കുക, നല്ല സ്റ്റൈലായിട്ടാണ്, നല്ല ലുക്കായിട്ടാണ് മുറിക്കുക എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. ഓക്കെ, സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ചാൽ മതി. ചിനാബ് എന്ന് പറയുമ്പോൾ നമ്മൾ ചേനയാണ് എടുത്തത്. ഈ ചേനയൊക്കെ നമ്മൾ പറഞ്ഞു ഭയങ്കര ഭാരമുള്ളതാണ്, വലിയതാണെന്ന് പറഞ്ഞില്ല, ഭാരമുള്ളതാണ്. അപ്പൊ ഇതൊക്കെ മുറിക്കുന്ന സമയത്ത് നമ്മൾ ലാച്ചയൊക്കെ ഇട്ടിട്ടാണ് മുറിക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി. ലാച്ച, നമ്മുടെ ഡ്രസ്സില്ലേ ലാച്ച, അതൊക്കെ ഇട്ടിട്ടാണ് മുറിക്കുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ബാരാലാച്ചാല സിമ്പിൾ ആയിട്ട് കിട്ടും. ഉത്ഭവം എന്താണ്, ഹിമാലയത്തിലെ ബാരാലാച്ചാല. അസ്കിനി എന്നറിയപ്പെടുന്നു അല്ലെ, ചേനയാണ്, ചൊറിയും അല്ലെ, ചേന ചൊറിയും. അപ്പോ അസ്കിനി, ഒരു അസ്കിനി ഉണ്ടാവും നോക്കൊന്ന് ആലോചിക്കുക. അസ്കിനി എന്നറിയപ്പെടുന്നു.
നെക്സ്റ്റ് പോഷക നദിയാണ് ചന്ദ്രഭാഗ അല്ലെ. ഈ ചേനയൊക്കെ നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് ഒരു ഭാഗേ വാങ്ങുന്നു, മൊത്തമായിട്ട് അങ്ങനെ വാങ്ങുന്നില്ല, ചെറിയൊരു ഭാഗം വാങ്ങിയിട്ട് നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുക ചെയ്യുക അല്ലെ. അപ്പൊ ഒരു ഭാഗം വാങ്ങും, ചേനയുടെ ഭാഗ. പിന്നെ ചന്ദ്ര എന്ന് പറയുന്നത് ഈ ചേനയുടെ ഒരു ലുക്ക് കണ്ടില്ലേ നിങ്ങൾ, ഒരു ചന്ദ്രനെ പോലെയല്ലേ, ചന്ദ്രനല്ല, ഒരു കുയ്യായിട്ട് ഇങ്ങനെ ഒരു ഒരു റാ ഷേപ്പ് അല്ലേ, റാ തിരിച്ചിട്ടാലുണ്ട്, ഒരു ചന്ദ്രന്റെ ഭാഗം പോലെയല്ലേ കാണാം. അപ്പൊ അതൊന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാല് ചന്ദ്ര, ഭാഗ എന്നൊക്കെ അറിയപ്പെടുന്നത് പോഷക നദികളാണ്. എന്നീ പോഷക നദികളൊക്കെ ഉള്ളത് ചിനാബ് നദിക്കാണ്. കിട്ടിയാലോ, സിമ്പിൾ ആയിട്ട് കിട്ടും. നെക്സ്റ്റ് എന്താന്ന് പറഞ്ഞത്, ബംഗ്ലിഹാർ, ദുൽഹസ്തി എന്നീ ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത് ചിനാബ് നദിയിലാണ്. ഈ ബംഗ്ലിഹാർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചതാണ് കേട്ടോ. അപ്പൊ ഈ ചേന എവിടെയാണ് ഉണ്ടാവുക, ബംഗ്ലാവിലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഈ ചേന മുറിക്കുന്നത് എങ്ങനെയാണ്, ഹസ്തം കൊണ്ടാണ്, കൈ കൊണ്ട്, ഹസ്തം കൊണ്ട്. അപ്പൊ ഹസ്തി, ദുൽഹസ്തി. അപ്പൊ ബംഗ്ലിഹാർ, ദുൽഹസ്തി എന്നീ ഡാമുകൾ ഉള്ളത് ഏത് നദിയിലാണ്, ചിനാബ് നദിയിൽ. സിമ്പിൾ ആയിട്ട് കിട്ടിയല്ലോ, ഹസ്തം കൊണ്ടാണ് മുറിക്കുന്നത്, ബംഗ്ലാവിലാണ് ഉണ്ടാവുന്നത് എന്ത്, ചേന. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, ജലവൈദ്യുത പദ്ധതികൾ ബംഗ്ലിഹാർ, സലാല്, ദുൽഹസ്തി. നേരത്തെ പറഞ്ഞ രണ്ട് സാധനം, ബംഗ്ലിഹാറും ഉണ്ട് ദുൽഹസ്തിയും ഉണ്ട് ഇവിടെ ജലവൈദ്യുത പദ്ധതിയിലും അല്ലെ. അപ്പൊ ബംഗ്ലാവിലാണ് ചേന ഉണ്ടാവുന്നത്, ഹസ്തം കൊണ്ടാണ് മുറിക്കുന്നത്. ഈ ചേനക്കറി മാത്രമല്ല സലാഡ് കൂടി ഉണ്ട് എന്ന് ആലോചിക്കുക, സലാഡ്, സലാൽ. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഈ ഒരു 5 പോയിന്റ് നമുക്ക് ഓർമ്മിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്നുകൂടി പറയാം, ചിനാബാണ് പറഞ്ഞത് ചേന അല്ലെ. ഉത്ഭവം ഹിമാലയത്തിലെ ബാരാലാച്ചാല, നല്ല ഭാരമുള്ള ചേനയാണ്, ലാച്ചിയൊക്കെ ഇട്ടിട്ട് നല്ല പൊളിയായിട്ടാണ് നമ്മൾ ചേനയൊക്കെ മുറിക്കുന്നത് ആലോചിക്കാം. നെക്സ്റ്റ് അസ്കിനി എന്നറിയപ്പെടുന്ന കുറച്ച് അസ്കിരിയൊക്കെ ഉണ്ട്, പിന്നെ ചൊറിയൊക്കെ ചെയ്യുന്നെന്ന് ആലോചിക്കാം. പോഷക നദിയാണ് ചന്ദ്രയും ഭാഗയും. ഓക്കെ, ഭാഗം ചന്ദ്ര. ബംഗ്ലിഹാർ, ദുൽഹസ്തി ബംഗ്ലാവിൽ ഉണ്ടാവും, ഹസ്തം കൊണ്ട് മുറിക്കും എന്നീ ഡാമുകളാണുള്ളത്. ജലവൈദ്യുത പദ്ധതികൾ എന്താണ്, ബംഗ്ലിഹാർ, സലാല്, ദുൽഹസ്തി. സലാഡൊക്കെ ഉണ്ടാവും, അതിന്റെ കൂടെ കറിയായിട്ട് സലാഡൊക്കെ ഉണ്ടാവും, ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ബിയാസ് നദി, ബോയ്സ് എന്നാണ് നമ്മൾ എടുത്തത് കേട്ടോ, ബിയാസ്. ഉത്ഭവം രോഹ്താങ് ചുരമാണ്, പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്നതാണ്, വിപാസ എന്നറിയപ്പെടുന്നു. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ബിയാസ് നദിയിലാണ്. സിമ്പിൾ ആയിട്ട് പഠിക്കാം, ബിയാസ് ആണ് പറഞ്ഞത്, ബിയാസ്, ബോയ്സ് അല്ലെ. ബോയിന്റെ പേരാണ് രോഹിത് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്, രോഹിത്. അപ്പൊ രോഹ്താങ് ചുരം, ഉത്ഭവം രോഹ്താങ് ചുരം. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദിയാണ്, ഒഴുകുന്ന നദിയാണ്. അപ്പം നമ്മുടെ മക്കളൊക്കെ ഉണ്ടാവില്ലേ, ബോയ് ആയിട്ടുള്ള നമ്മുടെ മക്കളൊക്കെ പൂർണ്ണമായും ഇന്ത്യയിൽ മാത്രം നിൽക്കുമല്ലേ, വല്ലാണ്ട് പാകിസ്ഥാനിലേക്ക് ഒന്നും പോകില്ലല്ലോ, ഇല്ല. അതുകൊണ്ട് പൂർണ്ണമായും ഇന്ത്യയിൽ, നമ്മുടെ ചുറ്റുവട്ടത്തല്ലേ അവർ നിൽക്കുമോ, അപ്പൊ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ് എന്ന് ആലോചിക്കുക. ഓക്കെ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. വിപാസ എന്നറിയപ്പെടുന്നു, വിപാസ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുള്ളത്, പിന്നെ വിഭാസ എന്ന് പറയുമ്പോൾ ഈ വോയിസിലും വിപരീതം മാത്രമേ പറയുന്ന ആലോചിക്കുക. നമ്മൾ അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവർ നിൽക്കും അല്ലെ, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, അങ്ങനെ ഒരു കുറുത്തം കെട്ട ഒരു വോയിസ് ആണോ എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് വിപരീതം മാത്രമേ പറയൂ എന്നുള്ള രീതിയിൽ നമുക്ക് വിഭാസ എന്നും അറിയപ്പെടുന്നു എന്ന് ആലോചിക്കാം. ബോയ്സ്, ബിയാസ്, വിപാസ. നിങ്ങൾ സാസാവായിട്ട് കണക്ട് ചെയ്യാം, ബിയാസ്, വിപാസ ഓക്കെ എന്നും അറിയപ്പെടുന്നു. സിന്ധുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ്, ചെറിയൊരു ബോയിയാണ്, ചെറിയൊരു മോനാണെന്ന് ആലോചിച്ചാൽ മതി. പോങ് അണക്കെട്ട് ബിയാസ് നദിയിലാണ്. അപ്പൊ ബോയ്സ് ഒക്കെ പോങ്ങി തിന്നെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പോങ്ങി തിന്നും, ആക്രാന്തത്തോടെ ഇങ്ങനെ തിന്നൊക്കെ ഒന്ന് ആലോചിക്കാം. ബിയാസ് നദി, അപ്പൊ ബിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി പറയാം, ബിയാസ് ബോയ്സ് അല്ലെ, ബോയ്സിന്റെ പേരാണ് എന്താണ്, രോഹ്താങ് ചുരം, ഉത്ഭവം രോഹ്താങ് ചുരം. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന വിപാസ എന്നറിയപ്പെടുന്നു. സിന്ധുവിന്റെ പ്രധാന പോഷക നദിയാണ് പോങ് അണക്കെട്ട് ബിയാസ് നദിയിലാണ്. അപ്പൊ നമുക്ക് ഈ ചിനാബും ബിയാസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ചിനാബ് എവിടെയാണ്, ഈ ചിത്രം നോക്കും, നമുക്ക് ചിനാബ് കാണാൻ പറ്റും. എവിടെയാണ് ചിനാബ്, കണ്ടോ. നെക്സ്റ്റ് ബിയാസ് ആണ്, ബിയാസ് എവിടെയാണ്, ഇതാ ഇവിടെ. പൂർണ്ണമായും കണ്ടോ, ഇന്ത്യയിലാണ് പൂർണ്ണമായിട്ടുള്ളത്, ചെറുതാണ്, ഏറ്റവും ചെറിയ നദിയാണ്. സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് ബിയാസ്, കണ്ടു, ചെറിയതാണ്. ഓക്കെ, അതുപോലെ ചിനാബ് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ നെക്സ്റ്റിലേക്ക് പോവാം, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സത്ലജ്, ലാസ്റ്റ് വൺ ആണ് സത്ലജ്.
സത്ലജ്. സത്ലജിന്റെ ഉത്ഭവം ലക്ഷാസ്ഥലാണ് തടാകം. ലക്ഷാസ്ഥൽ തടാകം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന നദിയാണ് സത്ലജ്. സിന്ധുവിന്റെ പോഷക നദിയാണ് ബക്രാനങ്കൽ അണക്കെട്ട് ഉള്ളത്. ബക്രാനങ്കൽ അണക്കെട്ടുള്ളത് ഈ നദിയിലാണ്. ശതാദ്രു എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് കേട്ട് പോവുക. സത്ലജ് ആണല്ലോ പറഞ്ഞത്, സത്ലജ്. അപ്പോ ഉത്ഭവം എന്ന് പറയുന്നത് രക്ഷാസ്ഥൽ തടാകമാണ്. ഇപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ടീച്ചറെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സത്ലജ് എന്ന് പറയുമ്പം സതി എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തത്. സതി എന്നുള്ള സ്ത്രീ എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുക്കുക. ഓക്കെ. അപ്പൊ ആ സ്ത്രീ എല്ലാവരും രക്ഷിക്കുന്ന സ്ത്രീയാണെന്ന് ആലോചിക്കുക. ഓക്കെ. രക്ഷിക്കുന്നത് രക്ഷാസ്ഥൽ തടാകത്തു നിന്നാണ് ഉത്ഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നതാണ്. അപ്പൊ സതി എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയൊരു സ്ത്രീയാണല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന, ഇന്ത്യയിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഒഴുകുന്ന നദിയാണ് നമുക്കൊന്ന് വിചാരിക്കാം. സിന്ധുവിന്റെ പോഷക നദികൾ നമുക്കറിയാം അല്ലെ. നെക്സ്റ്റ് ഉള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ബക്രാനങ്കൽ അണക്കെട്ട്. ഓക്കെ. ബക്രാനങ്കൽ അണക്കെട്ട് എന്ന് പറയുന്നത് പിന്നെ പഞ്ചവത്സര പദ്ധതിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാം പഞ്ചവത്സര പദ്ധതി നമ്മുടെ കാർഷികത്തിന് ഭയങ്കര ഇമ്പോർട്ടന്റ് കൊടുത്ത പഞ്ചവത്സര പദ്ധതിയാണ്. ആ സമയത്ത് അപ്പൊ ഒന്നുകൂടി പറയാം, ബക്രാനങ്കൽ അണക്കെട്ട് എന്ന് പറയുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ കാർഷികത്തിനായിരുന്നു ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മുടെ എവിടെ വന്നത്, ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അണക്കെട്ടാണ് ബക്രാനങ്കൽ അണക്കെട്ട്. അത് വന്നിട്ടുള്ളത് സത്ലജ് നദിയിലാണ് കേട്ടോ. അത് വന്നിട്ടുള്ളത് സത്ലജ് നദിയിലാണ്. ഓക്കെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്താണ്, ശതാദ്രു എന്നറിയപ്പെടുന്നു. അതും ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇത്ര സിമ്പിൾ ആണ്. സത്ലജ് നദി നമുക്ക് പിക്ചറിന് കാണാൻ പറ്റും. എവിടെയാണ് സത്ലജ് നദി, കണ്ടോ? സത്ലജ് നദിയാണ് ഇത്. ഓക്കെ. അപ്പൊ സത്ലജ് എന്ന് പറയുന്നത് എല്ലാവരും രക്ഷിക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരുപാട് ഒഴുകുന്ന അല്ലെ, ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന നദിയാണ്. സിന്ധുവിന്റെ പോഷക നദി ബക്രാനങ്കൽ അണക്കെട്ട് അല്ലെ. ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സത്ലജിലാണ്. ഓക്കെ. നെക്സ്റ്റ് ശതാദ്രു എന്നറിയപ്പെടുന്നതും എന്താണ്, സത്ലജ് നദിയിലാണ്. ഓക്കെ. ശതാദ്രു എന്നറിയപ്പെടുന്ന നദി കൂടിയാണ് സത്ലജ് നദി. അപ്പൊ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ സത്ലജ് നദിനെ കുറിച്ച് പഠിക്കാൻ. നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് പറയുന്നത് ലൂണി നദിയാണ്. ഇത് പോഷക നദിയിൽ ഉൾപ്പെടാത്തൊരു നദിയാണ്, സെപ്പറേറ്റ് ആണ്. ഒന്ന് കേട്ട് പോവാ കേട്ടോ, കാരണം ചോദിച്ചിട്ടുണ്ട്. ലൂണി നദി ഉത്ഭവസ്ഥാനം ആര്യവല്ലി കുന്നുകളാണ്. ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത് സാഗർമതി എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദിയാണ്. സാൾട്ട് റിവർ, ലവണവാരി എന്നൊക്കെ അറിയപ്പെടുന്നു. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ്. പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ്. ഓക്കെ. അപ്പൊ ഈ ലൂണി നദി ഞാൻ ഒന്നും കൂടി പറയാം, ശ്രദ്ധിക്കുക. ഉത്ഭവസ്ഥാനം എവിടെയാണ്, ആര്യവല്ലി കുന്നുകളാണ്. ഈ ആര്യവല്ലി കുന്നുകളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് ഏകദേശം ഞാൻ അതിന്റെ ലൊക്കേഷൻ പറയാം. നമ്മുടെ ഇത് ഇന്ത്യയുടെ പിക്ചറാണ്. ഇന്ത്യയിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ആര്യവല്ലി കുന്നുകൾ വരുന്നത് കേട്ടോ. ആര്യവല്ലി കുന്നുകൾ. ഈ ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത് സാഗർമതി എന്നാണ്. ആരാണ്? ലൂണി നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത് സാഗർമതി എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദിയാണ്. കാരണം ഇതിന് ചുറ്റും കരയാണ്. ഈ നദി കടലിലേക്ക് പതിക്കാത്ത നദിയാണ്. മറ്റേത് പുഴയിലേക്കോ ഒന്നിലും പതിക്കാത്ത നദിയാണ്. ആകെ കരബന്ധിത നദിയാണ്. കാരണം ഒരു മരുഭൂമിയിലൂടെയാണല്ലോ ഒഴുകുന്നത്. അപ്പോൾ അത് ഒഴുകി ഒരു വൈക്കെത്തുമ്പോഴത്തേക്ക് തന്നെ അത് വറ്റി വരണ്ട് ഒരുവിധം. ഓക്കെ. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദിയാണ്. 4 ഭാഗവും കരയാണ്. അത് മറ്റൊരു നദിയിലോ അല്ലെങ്കിൽ കടലിലോ പോയി പതിക്കുന്നില്ല, അതാണ് അർത്ഥം. ഓക്കെ. നെക്സ്റ്റ് സാൾട്ട് റിവർ, ലവണവാരി എന്നൊക്കെ അറിയപ്പെടുന്നു. കാരണം ഇത് ആ ഒരു മരുഭൂമി പ്രദേശത്തിലൂടെയാണല്ലോ ഒഴുകുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഉപ്പാണ് അതില്. സാൾട്ട് റിവർ, ലവണവാരി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ലൂണി നദിയാണ്. ലൂണി നദി. ഇത് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. സാൾട്ട് റിവർ, ലവണവാരി, ഇതിലേതോ ഒരു ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സാൾട്ട് റിവർ ഒന്നിക്കൽ അല്ലെങ്കിൽ ലവണവാരി, ഇതിലേതോ ഒന്ന് ചോദിച്ചിട്ടുണ്ട്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ്. അപ്പോൾ താർ മരുഭൂമി എവിടെയാണ് വരുന്നത്? നമ്മുടെ രാജസ്ഥാൻ ആ ഭാഗത്താണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഒരു ബോർഡർ എന്നുള്ള രീതി ആ ഒരു ഭാഗത്തായിട്ടാണ് താർ മരുഭൂമി വരുന്നത് കേട്ടോ. ഈ മരുഭൂമിയൊക്കെ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും. ഓക്കെ. പടിഞ്ഞാറ് ഭാഗത്ത്. നെക്സ്റ്റ് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ്
എന്ത് പറയുന്നത് ലൂണി നദി പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ്. പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ്. അപ്പോൾ ഉത്ഭവം എവിടെയാണ് പറഞ്ഞത്? ആരവല്ലി കുന്നുകളിലാണ്. എത്തുന്നത് പുഷ്കർ തടാകത്തിലാണ്. അതിന് 4 ഭാഗവും കരയാണ്. അതുകൊണ്ട് തന്നെ കരബന്ധിത നദി എന്ന് പറയുന്നത്. അതൊരു സമുദ്രത്തിലേക്കോ മറ്റു പുഴകളിലേക്കോ ഒന്നും എത്തിച്ചേരാത്ത നദിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് കേട്ടോ. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യയിലൂടെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ നദി. എവിടെയാണ്? സിക്കിമിലാണ്. ഇന്ത്യയിലൂടെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ നദി, സിക്കിമിലാണ്. അപ്പൊ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി അല്ലെ. അപ്പൊ നമ്മള് നല്ല ടേസ്റ്റിലെ ഫുഡൊക്കെ ആണെങ്കിൽ ഏറ്റവും വേഗത്തിൽ നമ്മൾ തിന്നു തീർക്കും അല്ലെ. ടേസ്റ്റ് ഒക്കെ ഉള്ള ഫുഡൊക്കെ ആണെങ്കിൽ നമ്മൾ സ്പോട്ടിൽ തിന്നു തീർക്കൂല്ലേ. അതുപോലെ ഏറ്റവും വേഗത്തിൽ ഒഴുകിയെത്തുന്ന നദി എന്ന് പറയുന്നത് ടീസ്റ്റ നദിയാണ്, സിക്കിമിലാണെന്ന് വിചാരിക്കുക. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി മഹാകാളി നദി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ് മഹാകാളി നദി. ഈ മഹാകാളി നദി പ്രശ്നം ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ മഹാകാളി നദിയുമായി ബന്ധപ്പെട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ് മഹാകാളി നദി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നോക്കാനുണ്ട്, ശ്രദ്ധിക്കുക. നദികളും അവയുടെ പ്രാചീനകാല പേരുകളും. നദികളും അവയുടെ പ്രാചീനകാല പേരുകളും. ചലം, വിദാസ്ത, രവി, പരുഷ്ണി, ഐരാവതി, ചിനാബ്, ചന്ദ്ര, ഭാഗ, അസ്കിനി, ബിയാസ്, വിപാസ, സത്ലജ്, ശതാത്രു, ബ്രഹ്മപുത്ര, ലൗഹിത്യ, ലൂണി, സാഗർമതി, ഗോമതി, ഗോയൽ, ഇൻഡസ്, സിന്ധു, നർമ്മദ, രേവ, യമുന, കാളിന്തി, പെരിയാർ, ചൂർണി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. ചെറിയ കണക്ഷൻ പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, കുറച്ചൊക്കെ പറയാത്തതുണ്ട്, ശ്രദ്ധിക്കാം. ചലം, വിദാസ്ത അല്ലെ. ചലം എന്ന് പറഞ്ഞാൽ ചലം നദി, വിദാസ്ത നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ചലമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് തോണ്ടി വലുതാക്കും, ചൊറിഞ്ഞ് വലുതാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ വിദാസ്തയായിട്ട് കണക്ട് ചെയ്തൂടെ? ചലം നദിയുടെ പ്രാചീനകാല പേരാണ് കേട്ടോ. ചലം, പിന്നെ വിദാസ്ത. രവി നദി. ഓക്കെ, രവി എന്താണ് പറഞ്ഞത്? പരുഷ്ണി, ഐരാവതി. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് അതിന്റെ ഇപ്പോഴത്തെ പേരാണ്. ഈ ആദ്യത്തതൊക്കെ ഇപ്പോഴത്തെ പേരാണ്. രണ്ടാമത് പറയാൻ പോകുന്നത് അതിന്റെ പഴയ പേരാണ് കേട്ടോ. ഓക്കെ, അത് മാറരുത്. ആദ്യത്തത് ഇപ്പോഴത്തെ പേര്, ഇപ്പം പറയുന്ന പേരാണ്. രണ്ടാമത്തെ പേരാണ് പ്രാചീനകാല പേര്. അതായത് ചലം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പേരാണ്, വിദാസ്ത എന്ന് പറയുന്നത് പഴയ പേരാണ് കേട്ടോ, പ്രാചീനകാല പേരാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഒന്നുകൂടി പറയാം. ചലം വിദാസ്തയാണ്. രവി എന്താണ് പഴയ പേര്? പരുഷ്ണി, ഐരാവതി. അപ്പൊ രവി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രവി ഒരു പുരുഷനാണ്. അതുപോലെ രവി, രവ, ഐരാവതി ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. നെക്സ്റ്റ് ചിനാബ് എന്ന് പറയുമ്പോൾ ചന്ദ്രനെ പോലെയാണ്, ഒരു ഭാഗം മാത്രമേ വാങ്ങൂ, അസ്കിത ഉണ്ടാവും, ചൊറിയൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്താൽ ചിനാബിന്റെ പഴയ പേരുകൾ, പ്രാചീനകാല പേരുകളായിട്ടുള്ള ചന്ദ്ര, ഭാഗ, അസ്കിനി എന്നൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ബിയാസ്, വിഭാസ. ബിയാസ്, വിഭാസ. അപ്പൊ ബിയാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബോയ്സ് ആണ് എടുത്തത്. വിപരീതം മാത്രം പറയുന്ന ബോയ്സ് എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഓക്കെ, ബിയാസ്, വിഭാസ. വിഭാസ പ്രാചീനകാല പേരാണ്, വിഭാസ. നെക്സ്റ്റ് സത്ലജ്, ശതാത്രു. സത്ലജ്, ശതാത്രു ഒന്ന് ഓർമ്മിച്ചെടുക്കുക കേട്ടോ. സത്ലജ്, ശതാത്രു. നെക്സ്റ്റ് ബ്രഹ്മപുത്രയുടെ പഴയ പേരാണ് ലൗഹിത്യ. ബ്രഹ്മാവിന്റെ പുത്രന് ഭയങ്കര ലവ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓർക്കുന്നുണ്ടോ? ബ്രഹ്മപുത്രയുടെ പഴയ പേരാണ് ലൗഹിത്യ. ലൂണി, സാഗർമതി. ലൂണി അതിന്റെ പഴയ പേരാണ്, പ്രാചീനകാല പേരാണ് സാഗർമതി. ഓക്കെ, നെക്സ്റ്റ് ഗോമതി, ഗോയൽ. സിമ്പിൾ ആയിരിക്കും. ഗോ വന്നിട്ടുണ്ട് അല്ലെ. ഗോമതി, ഗോയൽ. ഗോമതി, ഗോയൽ. നെക്സ്റ്റ് ഇൻഡസ്, സിന്ധു. ഇൻഡസ് എന്താണ്? സിന്ധു. നമുക്കറിയായിരിക്കും അല്ലെ, ഇന്ത്യ എന്നുള്ള പേരൊക്കെ വന്നത് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഇൻഡസ്, പിന്നെ സിന്ധു നദീ സിന്ധു നദി സംസ്കാരമൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്താൽ ഇൻഡസ്, സിന്ധു. നെക്സ്റ്റ് നർമ്മദ, രേവ. നർമ്മദ, രേവ. അപ്പോൾ ഒരാൾ രാവിലെ മുതൽ നർമ്മം പറഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെ ഒന്ന് ആലോചിക്കുക. രാവിലെ മുതൽ നർമ്മം പറഞ്ഞുകൊണ്ടിരിക്കുന്നൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നർമ്മദ, രേവയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. യമുന, കാളിന്തി. യമുന, കാളിന്തി. നെക്സ്റ്റ് പെരിയാർ, ചൂർണി. പെരിയാറിന്റെ പഴയ പേരാണ് ചൂർണി. അപ്പൊ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ചലം, വിദാസ്ത, രവി, പരുഷ്ണി, ഐരാവതി, ചിനാബ്, ചന്ദ്ര, ഭാഗ, അസ്കിനി, ബിയാസ്, വിഭാസ, സത്ലജ്, ശതാത്രു.
ബ്രഹ്മപുത്ര, ലൗഹിത്യ, ലൂണി, സാഗർമതി, ഗോമതി, കോയൽ, ഇൻഡസ്, സിന്ധു, നർമ്മദ, രേവ, യമുന, കാളിന്തി, പെരിയാർ, ചൂർണി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. കുറച്ചധികം പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് സിന്ധുവിനെ കുറിച്ചിട്ട്. കുഴപ്പമില്ല, കോഡുകളൊക്കെ വെച്ചിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ കോഡുകളൊക്കെ എങ്ങനെയുണ്ട്, മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പറയണേ, കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.